ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള ആ ഒരു സ്വകാര്യ നിമിഷം, പ്രത്യേകിച്ച് ഗീതു ഇപ്പോൾ ഗോവിന്ദനോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നു. ഗോവിന്ദനും ഗീതുവിനോട് ചെറിയ രീതിയിലുള്ള ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. കാരണം അരക്കൽ തറവാട്ടിനെയോ അല്ലെങ്കിൽ ആ തറവാട്ടിലുള്ളവരെയോ ചതിക്കാതെ, മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരാക്കാതെ, അതിന് വ്യക്തമായൊരു ധാരണയോടുകൂടി അതിനുള്ളൊരു പ്രശ്നപരിഹാരം നമ്മുടെ ഗീതു തന്നെ ഉണ്ടാക്കിയെടുത്തു. ആ ഒരു കള്ള ഒപ്പിൻ്റെ പേരിൽ, അതും ഏജൻ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെയും ചതിക്കാതെ വേറൊരാളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തതിൻ്റെ ആ ഒരു സന്തോഷമാണ്. അങ്ങനെ ആ സന്തോഷം ഉള്ളിലുള്ളത് കൊണ്ട് ഗോവിന്ദൻ ഇപ്പോൾ ഗീതുവിനോട് ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാധികയ്ക്ക് അത് വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുക. കാരണം ഗോവിന്ദൻ ഇപ്പോൾ ഗീതുവിൻ്റെ കാര്യങ്ങളൊന്നും കുറ്റമായി കേൾക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്കായി. അപ്പം ഗീതു ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വലിയൊരു കാര്യമായി കാണുന്ന ഗോവിന്ദൻ്റെ മുന്നിലേക്ക് ഗീതുവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെന്നതാണ് രാധിക. അപ്പോൾ രാധികയോട് ഗോവിന്ദൻ പറഞ്ഞത്, എന്താ അമ്മ ഇത്? നമ്മുടെ കുടുംബത്തെയും അല്ലെങ്കിൽ അമ്മയെയും വരുണിനെയും എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തിയവളാണ് ഗീതുവെന്നും ആ ഗീതുവിനോട് ആ നന്ദിയും കടപ്പാടും കാണിക്കണം. അങ്ങനെ ഗീതു തെറ്റുകാരിയാണെന്നുള്ള രീതിയിൽ അമ്മ ഇനി സംസാരിക്കരുത്. ഒരിക്കലും നമ്മളെ ചതിക്കാൻ ഗീതു കൂട്ടു നിൽക്കില്ല. അത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അമ്മയ്ക്ക് വ്യക്തമായി മനസ്സിലായില്ലേ എന്ന് മകൻ ചോദിക്കുക. അപ്പോഴേക്കും രാധികയ്ക്ക് മനസ്സിലായി ഇവൻ കൈവിട്ടു പോയി, ഇനി ഇവനോട് യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. ഒരിക്കലും ഗോവിന്ദൻ ഇനി ഗീതുവിനെ തള്ളിക്കളയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അടുത്ത പണി എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സാഹചര്യത്തിലാണ് ഗോവിന്ദും ഗീതുവും കൂടി ഓഫീസ് റൂമിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദൻ ഇച്ചിരി അയഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതു ശരിക്കും ഗോവിന്ദനെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഗോവിന്ദനോട് അടുത്ത് ഇടപഴകുന്നു. ആ സമയത്താണ് ഒന്ന് ലോക്ക് പോലും ചെയ്യാതെ അങ്ങോട്ടേക്ക് കിഷോർ കയറി വരുന്നത്. കിഷോർ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രണയരംഗം. ഇത് കണ്ടപ്പോഴേക്കും പറയണോ, കിഷോറിൻ്റെ കിളി പറന്നുപോയി. കാരണം ആ സ്ഥാനത്ത് കിഷോർ ഇരിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം. മാത്രമല്ല ഗീതുവിനോട് കിഷോർ കാണിച്ചതായ ഒരു വൃത്തികേട്, ഇതെല്ലാം ഒരു നിമിഷം കിഷോറിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ കിഷോർ ആ ഒരു ഇതിലിങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നു. എക്സ്ക്യൂസ് മീ മാഡം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദനും ഗീതുവിനും കിട്ടിയ അവസരമല്ലേ, എടുത്തിട്ടങ്ങ് പെരുമാറിയവന് നാണമില്ലടോ, ഒരു റൂമിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണോ കയറി വരേണ്ടത്, അറ്റ്ലീസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യേണ്ടത് തുടങ്ങിയതൊക്കെ ചോദിച്ചപ്പം ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല മാഡം, സാർ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് സാറിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം, ഇത് എൻ്റെ മുന്നിലാണ് വെക്കാൻ പറഞ്ഞത്, ഗീതുവിൻ്റെ മുന്നിലല്ലേ വെക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ. അപ്പോൾ ഞാൻ അവിടെ ഗീതാഞ്ജലി മാഡത്തിനെ അന്വേഷിച്ച് ചെന്നിരുന്നു. അപ്പോൾ മാഡം ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഓഹോ, അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് താൻ ഇങ്ങോട്ട് കയറി വന്നതാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഗോവിന്ദൻ. കിഷോറിന് ഒന്നും ചെയ്യാനോ ഒന്നും സംസാരിക്കാൻ പോലെയുള്ള ഒരു അവസരം നമ്മുടെ ഗോവിന്ദ് കൊടുക്കണില്ല. ശരിക്കും അവനെ എടുത്തിട്ട് പെരുമാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെരുമാറുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, കൊടുക്കാനുള്ളതൊക്കെ ഏകദേശമൊക്കെ കൊടുത്ത് തീർന്നു. എന്നാൽ പിന്നെ പ്രൊജക്റ്റിൻ്റെ കാര്യം അറിഞ്ഞേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഗോവിന്ദൻ അത് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഗീതുവിനോടും ഗോവിന്ദനോടുമായിട്ട് ഈ കിഷോർ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഈ കിഷോറിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടുകളെല്ലാം കാണാതെ പഠിച്ച് സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയെല്ലാം ഗീതുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗീതുവിൻ്റെ ഉള്ളിൽ ഇരിക്കുക. ഇതെല്ലാം നമ്മുടെ ഗീതുവിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന് ഈ പൊട്ടൻ അറിയത്തുമില്ല. ഇവൻ ഇങ്ങനെ എല്ലാം റെഡിയാക്കിയതെല്ലാം ഗീതുവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. തൊട്ടരികിലിരുന്ന് നമ്മുടെ ഗോവിന്ദ് ഇതൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ഗീതു ഇതിനകത്തെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം മേഡം എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, മേഡത്തിന് ഈ ഒരു മേഖലയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവാത്തത്, അല്ലാതെ മേഡം പറയുന്നത് പോലെ ഒന്നും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതിലൊക്കെ ഇവനിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ചെന്ന് ഇവൻ്റെ കുത്തിനങ്ങ് പിടിച്ചിട്ട് നീയാണോട് ആ കാര്യം തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ഗീതു. എൻ്റെ കമ്പനിയിൽ ഞാൻ പറയുന്നത് പോലെ പണിയെടുക്കാനാണ് നിനക്ക് ശമ്പളം തരുന്നത്, നീ പറയുന്നത് പോലെ പണിയെടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? കിഷോറ് ഇന്ന പ്രശ്നങ്ങൾ ഇന്ന സ്ഥാനത്ത് ഇന്ന രീതിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് പച്ചവെള്ളം പോലെ അങ്ങ് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദും കിഷോറും ഒക്കെ അന്താളിച്ചു പോയി. ABCD അറിയാത്ത ഗീതു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനമായി. അപ്പോൾ ഇതൊക്കെ കേട്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ പോയി റെഡിയാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് അത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഗീതു ഇത്രയ്ക്ക് പരിജ്ഞാനപരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമെന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും കാര്യങ്ങളും അതങ്ങനെ കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് ചോദിച്ചു, ഇതൊക്കെ നിനക്കെങ്ങനെ കഴിയുന്നതെന്ന്. അതൊക്കെ കഴിയും സാർ, എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചതെന്ന് ഗീതു ചോദിച്ചപ്പം, നിന്നെക്കുറിച്ച് ഞാൻ വിചാരിച്ചതേ തെറ്റാണെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറയാം.
അങ്ങനെ അവർ രണ്ടുപേരും കൂടിയുള്ള പിണക്കവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കുറേശ്ശെ ഇല്ലാണ്ടാവണം കേട്ടോ. അത് കഴിഞ്ഞ് സ്വന്തം ക്യാബിനിൽ പോയിരുന്നിട്ട് എന്നാലും ഗീതു എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചത്, അല്ലെങ്കിൽ ഗീതുവിൻ്റെ മുന്നിൽ ഇനിയൊരു കള്ളത്തരങ്ങളും നടക്കില്ലെന്നുള്ള കാര്യം കിഷോറിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ കിഷോർ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ തല്ലിക്കാനുള്ള പ്ലാനുമായിട്ട് അമ്മയും മകനും പല തന്ത്രങ്ങളും നോക്കുന്നു. ഗീതു ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പ്രശ്നങ്ങളാകും. അതുകൊണ്ട് ഗീതുവിനെ വീഴ്ത്തണമെന്നുള്ളൊരിതിൽ അങ്ങനെ നമ്മുടെ ഗീതുവിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ഇടുന്ന സമയത്ത് നമ്മുടെ ഗീതു ആരാ പൊന്നുമോള്, ഗീതു രാധികയെ തകർക്കാനുള്ള പരിപാടികൾ അവിടെ നോക്കുക. അതും കാഞ്ചനയെ കൂട്ടുപിടിച്ച്. അപ്പോൾ ഒപ്പിൻ്റെ പേരിൽ കാഞ്ചനാക്കിയെ പോലീസ് പിടിക്കും. അതിൽ നിന്ന് രക്ഷിക്കാൻ എന്നെക്കൊണ്ടേ കഴിയുകയുള്ളൂ. ചേതൻ ഗ്രൂപ്പിൻ്റെ ആ ഒരു ഇതായിട്ടാണ് കാഞ്ചനാക്ക ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നെ, എൻ്റെ കടപുളയെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എന്നെ രക്ഷിക്കണം ഗീതു പപ്പാ എന്നും പറഞ്ഞുകൊണ്ടായി കരച്ചിൽ. ശരി, ഞാൻ രക്ഷിക്കാം, പക്ഷെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറയും. ചെയ്യാം. അങ്ങനെ രാധികയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഫേഷ്യൽ ചെയ്യുന്ന ഇടപാടുണ്ട്. ആ സമയത്ത് ഈ പുള്ളിക്കാരിക്കിട്ടൊരു പണി കൊടുക്കാനാണ് ഗീതു തീരുമാനിച്ചിരിക്കുന്നത്. അതും കാഞ്ചനയുമായിട്ട് ഡീലിങ്സ് ഉറപ്പിച്ച് രാധിക ഫേഷ്യൽ ചെയ്യാൻ വിളിച്ചു വരുത്തിയപ്പോൾ മുളക് പൊടി കലർത്തിയ ഫേസ് പാക്ക് കൊണ്ടുവന്ന് ആശാത്തിൻ്റെ മുഖത്തങ്ങിട്ടങ്ങ് ചുമപ്പിച്ചങ്ങ് കൊടുത്തു. പുകഞ്ഞിട്ടിരിക്കാവോ, ഈരിപ്പടം മുട്ടിപ്പോയില്ലേ, കിടന്നോടറാ ഓട്ടം. അങ്ങനെ രാധികയ്ക്ക് പണി പാലും വെള്ളത്തിലല്ല, എന്നാ പറയുക, ജ്യൂസിൽ കലക്കി അങ്ങ് കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ രാധിക മുഖവും പുകഞ്ഞ് ഇങ്ങനെ നടക്കും അതിൽ. അപ്പോൾ ഗീതുവിനും ഒക്കെ ഒത്തിരി സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഗീതുവിൻ്റെ പണിയാണിതെന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞപ്പോൾ ഗീതുവിനിട്ടൊരു തിരിച്ചടി കൊടുക്കണം. രാധികയ്ക്ക് ഈ ഒരു തിരിച്ചടി കൊടുത്തതുകൊണ്ട് രാധികയ്ക്ക് ഗീതുവിന് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഗീതു വരുന്ന വഴിയിൽ എണ്ണ ഒഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഗീതു അതിലെ അങ്ങോട്ട് വരികയും ഗോവിന്ദൻ അപ്പുറം നിന്ന് വരിക. അപ്പോൾ ഇവിടുന്ന് ഗീതുവും തെന്നി, അപ്പുറം നിന്ന് ഗോവിന്ദനും തെന്നി. രണ്ടുപേരും തെന്നി അടുത്തേക്ക് വന്ന് കെട്ടി മറിഞ്ഞ് അവിടെ ഹോളിൽ വീണു. ഇതൊക്കെ കണ്ടുകൊണ്ട് രാധിക അവിടെ നിൽക്കുമല്ലേ. രാധികയ്ക്ക് ഇത് കണ്ടപ്പോൾ അറ്റാക്ക് വന്നു. രാധിക എന്ത് ചെയ്തു, ഓടിപ്പിടിച്ച് ഇവരെ രക്ഷിക്കാൻ, അതായത് ഗോവിന്ദനെ ഗീതുവിൽ നിന്ന് പിടിച്ചു വലിച്ചു മാറ്റാൻ ചെന്നത് അതേ കിടക്കുന്നു. രാധികയും തെന്നി മറിഞ്ഞു. പിന്നെ അവിടെ ഒരു ഉരുളുമേളം തന്നെയായിരുന്നു. ഉരുളിച്ച് എല്ലാവരും കിടന്ന് ഉരുളിച്ച ഉരുണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണു കൂട്ടിയിടിക്കണം. പറയാൻ പറ്റാത്ത രസകരമായ രീതിയിലുള്ളൊരു ഉരുള നേർച്ച തന്നെ അവിടെ കഴിഞ്ഞു. പക്ഷെ ആ ഉരുള നേർച്ചയിൽ രാധിക എന്താണോ ഉദ്ദേശിച്ചത് അത് ഇരട്ടി ഫലത്തോടു കൂടി നമ്മുടെ ഗീതുവിന് കിട്ടി. കാരണം ഗീതുവിൻ്റെ കാലൊന്ന് ഉളുക്കി. പക്ഷെ ഗീതുവിന് ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഇപ്പം തണലായി കൂട്ടായി ഒരു സഹായിയായി നമ്മുടെ ഗോവിന്ദൻ അങ്ങ് എത്തി. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിനെ ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്നു, എടുത്തുകൊണ്ട് കിടത്തുന്നു, എടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കാൻ മാത്രമേ രാധികയ്ക്ക് കഴിയുന്നുള്ളൂ. അങ്ങനെ ഗീതുവിനെ എടുത്തുകൊണ്ടൊക്കെ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ രാധികയ്ക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് മനസ്സിലായി, വേണ്ടിയിരുന്നില്ല എന്ന്. എന്തായാലും ഗീതുവിനും ഗോവിന്ദനും ഒരുമിച്ച് ഹണിമൂൺ ആഘോഷിക്കാനുള്ള ഒരു അവസരം രാധിക തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലൊരു ഗതികേടിലായിപ്പോയി രാധിക. എന്തെല്ലാം പരിപാടി അവതരിപ്പിച്ചാലോ പരിപാടിയെല്ലാം ഫ്ലോപ്പ് ആവുക. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം ഇങ്ങനെയാണല്ലോടാ എന്ന് പറയുന്നത് പോലെയാണ് രാധികയുടെയും മകൻ്റെയും അവസ്ഥ. എവിടെയൊക്കെ ഗീതുവിനെയും ഗോവിന്ദനെയും തകർക്കാനും അവരെ തമ്മിൽ തല്ലിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു, അതിന് അവർ ഒന്നിച്ച് അവരുടെ ജീവിതത്തിൽ അവർ നല്ല ഉഗ്രൻ പ്രണയ ജോഡികളായിരിക്കുന്നു. അങ്ങനെ ഗീതുവിൻ്റെ കാലൊളുക്കി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഇപ്പോൾ ഗീതുവിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല കേട്ടോ. ഗീതുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഗീതുവിനെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, കുളിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം വരെ ഗോവിന്ദ് ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഇതൊക്കെ കണ്ട് ശ്വാസം മുട്ടി നമ്മുടെ രാധിക ഇങ്ങനെ അതിൽ നടക്കുക. ഈ സമയത്ത് ഗീതാഞ്ജലി അവിടെ ഓഫീസിലില്ലാത്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ കിഷോർ. പക്ഷെ ഗീതു അങ്ങ് വന്നു കഴിയുമ്പോൾ ഇവൻ്റെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളും അത് വളരെ പരിതാപകരമായിരിക്കും. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി മേഡം ഇടയ്ക്കിടയ്ക്ക് ഗീതുവിന് ബൂസ്റ്റർ ഡോസ് ആയിട്ട് വിളിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നതൊന്നും അറിയാതെ പൊട്ടനും പൊട്ടിയുമായിട്ട് വരുണും അതുപോലെ തന്നെ രാധികയും അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇവരുടെ പ്രണയവും ഇവരുടെ ഇഷ്ടവും ഇവരുടെ കരുതലും ഒക്കെ കണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുന്ന അവസ്ഥയിൽ ഈ രാധികയ്ക്ക് ഇനിയിപ്പോൾ ആരെയാണ് കൂട്ടുപിടിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം മകൾക്ക് വയ്യാതായത് അറിഞ്ഞതോടുകൂടി ഭദ്രനും ഭാര്യയ്ക്കും അങ്ങോട്ടൊന്ന് വരണമെന്നുണ്ട്. പക്ഷെ അടിച്ചതിനകത്ത് നമ്മുടെ ഗീതു കേറ്റില്ല. അങ്ങനെ ഗീതുവിൻ്റെ കയ്യിലേക്ക് പ്രിയ ആ തെളിവുകളും അങ്ങ് കൊടുത്തു. കാരണം ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണവും കാര്യങ്ങളും തെളിവുകളൊക്കെ ഭദ്രൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ പ്രിയ എടുത്തിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗീതുവിൻ്റെ കൈകളിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തനിക്കിട്ട് പണിതവർക്കിട്ടൊക്കെ തിരിച്ചു പണിയാനുള്ള പരിശ്രമങ്ങളുമായിട്ട് പുതിയ ബുദ്ധിപരമായ നീക്കങ്ങളുമായിട്ട് നമ്മുടെ ഗീതു വീട്ടിൽ തന്നെയുണ്ട്. അപ്പം ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യത്തിലാണിപ്പോൾ
മനസ്സിലാക്കിക്കൊണ്ടാണ് രാധികയും വരുണും മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും ഓരോ ചലനത്തിലും ഗോവിന്ദന് ഇപ്പം ഗീതുവിന് ഗോവിന്ദനോടുള്ളത് യഥാർത്ഥ പ്രണയമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത്രയും നാൾ ഗീതു ഗോവിന്ദനെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ പ്രണയിക്കുന്നത് പോലെ അഭിനയിക്കുകയാണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഗോവിന്ദന് ഇപ്പം ഗീതുവിൻ്റെ പ്രണയം യഥാർത്ഥമാണെന്ന് മനസ്സിലായി. ആ സമയത്ത് തന്നെയാണല്ലോ രാധിക മുഖേന ഇവർക്കൊരു ഹണിമൂൺ ആഘോഷിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് ലേറ്റസ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.